എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇംഗ്ലീഷിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പം ഈ കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ബാക്കി പാർട്ട് നമുക്ക് വായിച്ചു നോക്കാം. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൻഡ് ഓൺ ദി കോബ്രാസ് ബാക്ക്. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. Again the mongoose sprang aside, jumped in and bite. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പാമ്പിൻ്റെ ശരീരത്തിൽ ഏതാനും രക്തത്തുള്ളികൾ പൊടിഞ്ഞു വന്നു. അവ വെയിലത്ത് തിളങ്ങി. അതാണ് ഗ്ലിസ്റ്റൻഡ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് കേട്ടോ. വെയിലത്ത് തിളങ്ങുക. പാമ്പ് വീണ്ടും കൊത്താൻ ശ്രമിച്ചു, പക്ഷേ ലക്ഷ്യം തെറ്റി. കീരി വീണ്ടും പാമ്പിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തന്ത്രപരമായി തെന്നിമാറി. അതിനാണ് സ്പ്രാങ് അസൈഡ് എന്ന് പറയുന്നത്. എന്താണ്? തന്ത്രപരമായിട്ട് തെന്നിമാറുക, സ്പ്രാങ് അസൈഡ്. പാമ്പിൻ്റെ മേൽ ചാടി വീണിട്ട് അത് കടിച്ചു. ആ പക്ഷികളും അതേപോലെ എന്താണ് പെട്ടെന്ന് തന്നെ മേലേക്ക് കുതിച്ചു. പക്ഷെ വീണ്ടും പരസ്പരം കൂട്ടിമുട്ടുകയും, അതാണ് ബംബിഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക കേട്ടോ. വേദനിച്ച് കരഞ്ഞുകൊണ്ട് മുൾച്ചെടിയിൽ തങ്ങളുടെ സുരക്ഷിത താവളത്തിലേക്ക് തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. ആര്? മൈനയും ജംഗിൾ ക്രോ. ജംഗിൾ ക്രോ എന്ന് പറഞ്ഞാൽ ബലിക്കാക്ക കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണെന്ന് നോക്കാം. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് ദി ഫസ്റ്റ് ബട്ട് വിത്ത് one dramatic differences. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turned back. In the second that it took him to do this, the cobra wiped his head back and struck with great force, his snout thudding against the crow's body. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് ദി ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസസ്. അതായത് പോരാട്ടത്തിൻ്റെ മൂന്നാം റൗണ്ടും ആദ്യത്തെ പോലെ തന്നെ തുടർന്നു. പക്ഷേ ഇപ്രാവശ്യം നാടകീയമായ ഒരു മാറ്റം ഉണ്ടായി. ഡ്രമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നാടകീയമായ. മൈനയും കാക്കയും ഈ പോരാട്ടത്തിൽ തുടരാൻ തന്നെ തീരുമാനിച്ചു. അതാണ് ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ തുടരാൻ തന്നെ തീരുമാനിക്കുക, ആ ഒരു ശക്തമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക കേട്ടോ. കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ഡൈവ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുതിക്കുക. എന്നാൽ ഈ പ്രാവശ്യം അവർ പരസ്പരം കൂട്ടിയിടിക്കാതെ അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ആര്? മൈനയുടെയും ജംഗിൾ ക്രോയുടെയും കേട്ടോ. But this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turned back. എന്താ പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്യം തെറ്റിപ്പോയതാ. മൈന തൻ്റെ കുതിപ്പ് മുന്നോട്ട് തന്നെ നടത്തി അവസാനം ഇരിപ്പിടത്തിലേക്ക്, പേർച്ച് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം കേട്ടോ, ഇരിപ്പിടത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ കാക്ക പാതി വഴിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്ന് പെട്ടെന്ന് തിരിയാൻ ശ്രമിച്ചു. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ദ കോബ്ര വൈപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ഹിസ് സ്നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. എന്താണ് പറഞ്ഞത്? എന്നാൽ കാക്ക പാതി വഴിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്ന് പെട്ടെന്ന് തിരിയാൻ ശ്രമിച്ചു. ആ നിമിഷം തന്നെ മൂർഖൻ തൻ്റെ ശക്തമായ ബാക്ക് തിരിച്ചുകൊണ്ട് ആഞ്ഞടിച്ചു. വൈപ്ഡ് എന്ന് പറഞ്ഞാൽ ആഞ്ഞടിക്കുക കേട്ടോ. മൂർഖൻ്റെ തലയുടെ മുൻഭാഗം, അതിനാണ് സ്നൗട്ട് എന്ന് പറയുന്നത് കേട്ടോ. കാക്കയുടെ ശരീരത്തിൽ ശക്തമായ പ്രഹരമേൽപ്പിച്ചു. ശക്തമായ പ്രഹരത്തിനാണ് നമ്മൾ തഡ് എന്ന് പറയുന്നത്, THUD, തഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ആ ഒരു പാരഗ്രാഫിൽ എന്താണെന്ന് നോക്കാം. I saw the bird plunge nearly 20 feet across the garden, where after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. എന്താണ് പറഞ്ഞത്? ഗാർഡന് കുറുകെ ഏകദേശം 20 അടി അകലേക്കാണ് കാക്ക തെറിച്ചു വീണത്. ഫ്ലഞ്ച് എന്ന് പറഞ്ഞാൽ FLUNG എന്ന് പറഞ്ഞാൽ എന്താണ്? തെറിച്ചു വീഴുക കേട്ടോ. തെറിച്ചു പോകുന്നത് ഞാൻ കണ്ടു. അത് അവിടെ അല്പനേരം കിടന്നു പിടഞ്ഞു. എന്താണ്? കാക്കയ്ക്ക് അടി കിട്ടിക്കില്ലേ ഈ ഒരു സ്നേക്കിൻ്റെ അടുത്തുനിന്ന്. അതാണ് അവിടെ അല്പനേരം കിടന്ന് പിടയുക എന്നുള്ളതിനാണ് ഫ്ലട്ടേഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നിശ്ചലമായി, ലേ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചലമായി കിടക്കുക.
മൈന മുൾച്ചെടിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. പിന്നീട് പോരാട്ടത്തിൽ പങ്കെടുക്കാതെ ബുദ്ധിപൂർവ്വം മാറി നിന്നിട്ട്, റിഫ്രെയിൻഡ് ഫ്രം എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം മാറി നിൽക്കുക. മനസ്സിലായല്ലോ? അപ്പം എന്താണ്, ഗാർഡന് കുറുകെ ഏകദേശം 20 അടി അകലേക്ക് കാക്ക തെറിച്ചു പോകുന്നത് ഞാൻ കണ്ടു. അത് അവിടെ അല്പനേരം കിടന്നു പിടഞ്ഞു. പിന്നെ നിശ്ചലമായി. മൈന മുൾച്ചെടിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. പിന്നീട് പോരാട്ടത്തിൽ പങ്കെടുക്കാതെ ബുദ്ധിപൂർവ്വം മാറി നിന്നു. ഓക്കെ, അടുത്ത സെൻറ്റൻസ് എന്താണ്? ദി കോബ്ര വാസ് weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. എന്താണ് പറഞ്ഞത്? മൂർഖന് വളരെയധികം തളർന്നു വരികയായിരുന്നു. വീക്കനിങ് എന്ന് പറഞ്ഞാൽ തളരുക കേട്ടോ. എന്നാൽ കീരി അല്പം പോലും ഭയപ്പാടില്ലാതെ മുന്നോട്ട് നീങ്ങി. തൻ്റെ കൊച്ചു കാലുകൾക്കിലെ ഉയർന്നു നിന്നിട്ട് പാമ്പിൻ്റെ തല മിന്നൽ വേഗത്തിൽ തൻ്റെ വായ്ക്കകത്താക്കി. സ്നാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, വായ്ക്കകത്താക്കുക എന്ന് പറയൂ കേട്ടോ. ദി കോബ്ര writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. എന്താണ് പറഞ്ഞത്? മൂർഖൻ തൻ്റെ പോരാട്ടം പാടെ അവസാനിപ്പിക്കും വരെ നമ്മുടെ കൊച്ചു കീരി പാമ്പിൻ്റെ ശരീരം കടിച്ചു പിടിച്ചു നിന്നു. സീസ്ഡ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, എല്ലാം അവസാനിപ്പിക്കുക കേട്ടോ. കടിച്ചു പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാങ് ഗ്രിംലി. പിന്നീട് കിടന്ന് പിടയ്ക്കുന്ന പാമ്പിൻ്റെ ശരീരമാസകലം ഒന്ന് മണം പിടിച്ചിട്ട്, സ്മെൽറ്റ് എന്ന് പറഞ്ഞാൽ മണം പിടിക്കുക, പത്തിയുടെ ഭാഗം കടിച്ചു പിടിച്ചു, ഗ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കടിച്ചു പിടിക്കുക കേട്ടോ, കൊണ്ട് കീരി അതിനെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചഴിച്ചു കൊണ്ടുപോവുക. മനസ്സിലായല്ലോ? ദി കോബ്ര writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt again along its squaring length and gripping it around the hood, dragged it into the bushes. The miner dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. എന്തൊക്കെയാണ് പറഞ്ഞത്? The miner dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. മൈനർ ശ്രദ്ധയോടെ താഴേക്ക് ഇറങ്ങി. ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ താഴേക്ക് ഇറങ്ങി വരുന്നത്. ചാടി നടക്കുക എന്ന് പറഞ്ഞാൽ ഹോപ്ഡ് കേട്ടോ. ഹോപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി നടന്നു. എന്നിട്ട് സുരക്ഷിതമായ അകലത്ത് നിന്നുകൊണ്ട് കുറ്റിക്കാട്ടിൽ എത്തി നോക്കി. പിയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തി നോക്കുക. എന്നിട്ട് അഭിനന്ദനത്തിൻ്റെ ഒരു ആർപ്പ് വിളി, ഷ്രിൽ എന്ന് പറഞ്ഞാൽ അഭിനന്ദനത്തിൻ്റെ ആർപ്പ് വിളിക്കാണ് ഷ്രിൽ എന്ന് പറയുന്നത് കേട്ടോ. അഭിനന്ദനത്തിൻ്റെ ആർപ്പ് വിളിയാണ് ഷ്രിൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ആർപ്പ് വിളിച്ച് ശബ്ദം ഉണ്ടാക്കി അത് എങ്ങോട്ടോ പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with the scraps from the kitchen. He had never tried taming it because wild mongoose was more useful than a domesticated one. എന്താണ് പറഞ്ഞത്? When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ഞാനും മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. അതാണ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക കേട്ടോ. ഞാൻ കണ്ട പോരാട്ടത്തെക്കുറിച്ച് മുത്തശ്ശനോട് പറഞ്ഞു. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with the scraps from the kitchen. കീരി പോരാട്ടം ജയിച്ചതറിഞ്ഞതിൽ മുത്തശ്ശൻ വളരെയധികം സന്തോഷിച്ചു. പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, അതായത് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നൽകിക്കൊണ്ട് കീരിയെ ഗാർഡനിൽ തന്നെ ജീവിക്കാൻ മുത്തശ്ശൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക. പാമ്പുകളെ കീരി അകറ്റി നിർത്തും എന്നുള്ളതായിരുന്നു അതിനുള്ള കാരണം. മനസ്സിലായല്ലോ? He had never tried taming it because wild mongoose was more useful than a domesticated one.
എന്താ പറഞ്ഞത്? ഒരിക്കലും അതിനെ ഇണക്കി വളർത്താൻ മുത്തശ്ശൻ ശ്രമിച്ചിരുന്നില്ല. ടേമിംഗ് എന്ന് പറഞ്ഞാൽ ഇണക്കി വളർത്തുക കേട്ടോ. കാരണം ഇണങ്ങിയ, അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ജീവികളെക്കാൾ, കീരിയേക്കാൾ നല്ലത് വന്യമായ വൈൽഡ് എന്ന് പറഞ്ഞാൽ കാട്ടിലൊക്കെ ഉള്ള അതാണ് വന്യമായ കീരിയാണെന്ന്, പാമ്പുകളെ തുരത്താൻ അവ സഹായിക്കുമെന്നും മുത്തശ്ശൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അടുത്തതായിട്ട്, from the banyan tree I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. എന്താണ് പറഞ്ഞിരുന്നത്? From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. എന്താ പറയുക? ഗാർഡൻ്റെ 4 മൂലയിലും ഈ കീരി റോന്തു ചുറ്റുന്നത്, അതായത് പെട്രോളിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? റോന്തു ചുറ്റുക അല്ലേ. പലവട്ടം ഞാൻ ആ ആൽമരത്തിലിരുന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു കോഴിമുട്ടയും വായിലാക്കി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ കോഴിക്കൂട്ടിലും, അതായത് പോൾട്രി ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോഴിക്കൂട് കേട്ടോ, സന്ദർശനം നടത്തുന്നുണ്ടെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായി. എന്നാൽ അവൻ ഒരിക്കലും കോഴികളെ ആക്രമിച്ചിട്ടില്ല. ആരാണ്? ഈ മംഗൂസ് ഒരിക്കലും കോഴികളെ ആക്രമിക്കാറില്ല. ഹാഡ് ആൻഡ് ഹാംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നത് കൊണ്ട് അവൻ കോഴിമുട്ട മോഷ്ടിക്കുന്നത്, സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷ്ടിക്കുക, മുത്തശ്ശി ക്ഷമിക്കുമായിരുന്നു. മുത്തശ്ശിക്കും കുഴപ്പമൊന്നുമില്ല, കാരണം കോഴിക്കൂട്ടിലൊന്നും എന്താണ് പാമ്പ് കയറാതിരിക്കാൻ ഈ മംഗൂസ് സഹായിക്കുന്നത് കൊണ്ട് അത് ഇടയ്ക്കൊക്കെ ഒരു കോഴിമുട്ടയൊക്കെ വായിലാക്കി പോയാലും മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for an annas, but I would often take it with me into the roots and branches of the old tree. Banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. എന്താണ് പറഞ്ഞത്? The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. എന്താണ്? ചാരനിറത്തിലുള്ള അണ്ണാൻ്റെയും വെള്ള എലിയുടെയും വിചിത്ര വിശേഷത്തിൻ്റെ പശ്ചാത്തലം കൂടിയായിരുന്നു ആ ആൽമരം എന്ന് പറയാം. Maybe a humorous allusion to the famous novel by R.L. Stevenson, The Strong Case of Dr. ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന് പറഞ്ഞിട്ടൊരു നോവലിൻ്റെ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? അടുത്തതായിട്ടുള്ള വെള്ള നിറത്തിലുള്ള എലി മുത്തശ്ശൻ്റെതായിരുന്നു. അങ്ങാടിയിൽ നിന്ന് അദ്ദേഹം 4 അണയ്ക്ക് മുത്തശ്ശൻ വാങ്ങിയതാണ് അതിനെ. അണാസ് എന്ന് പറഞ്ഞാൽ ANNAS എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്തൊക്കെ നമ്മൾ രൂപ എന്ന് പറയുന്നതിന് പകരം ഓരോ അണകളായിരുന്നു, അണ എന്നായിരുന്നു പറയുക രൂപയ്ക്കൊക്കെ. വെള്ള നിറത്തിലുള്ള എലീനെ മുത്തശ്ശന് എവിടെ നിന്ന് വാങ്ങിയതാണ്? അങ്ങാടിയിൽ നിന്ന് 4 അണയ്ക്ക് മുത്തശ്ശൻ വാങ്ങിയതാണ്. ഞാൻ മിക്കപ്പോഴും അതിനെ എൻ്റെ കൂടെ ആൽമരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവിടെ അത് ഏതോ ഒരു അണ്ണാനുമായിട്ട് സൗഹൃദത്തിലായി. അവൻ ആ മരച്ചില്ലകളിലൂടെ വിനോദസഞ്ചാരം, എക്സ്കേർഷൻ എന്ന് പറഞ്ഞാൽ മരച്ചില്ലകളിലൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കട്ടോ, അതേപോലെ എക്സ്കേർഷൻ നടത്തുന്ന പോലെ ചുറ്റിക്കറങ്ങുകയും പതിവായിരുന്നു. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തത്. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas, but I would often take it with me into the roots and branches of the old tree. ഞാനും ആ ഒരു അണ്ണാൻ കുഞ്ഞിനെ എന്താണ് എൻ്റെ കൂടെ ആ മരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ബനിയൻ ട്രീൻ്റെ റൂട്ടിലും ബ്രാഞ്ചസിലും ഒക്കെ അതെന്ത് ചെയ്യായിരുന്നു? എക്സ്കേർഷൻ നടത്തുമായിരുന്നു. ബനിയൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദി സ്ക്യൂരൽ. അത് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ള എലി എന്ത് ചെയ്യും? അതിൻ്റെ മേലെയുള്ള ഒരു സ്ക്യൂരലുമായിട്ട് ചങ്ങാത്തത്തിലാവും. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കേർഷൻ. അവർ രണ്ടുപേരും എന്താണ്? ഒരു എക്സ്കേർഷൻ പോലെ, ടൂറ് പോലെ ഈ ഒരു എന്ത് ചെയ്യും? മരച്ചില്ലകളിലൂടെ ഇങ്ങനെ യാത്ര പോകുമായിരുന്നു. മനസ്സിലായല്ലോ? Then the squirrel started building a nest. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. എന്താണ് പറഞ്ഞത്? Then the squirrel started building a nest. At first she tried building it in my pocket, and when I went indoors and changed my clothes, I would find straw and grass falling out.
അങ്ങനെ ആ അണ്ണാൻ എന്ത് ചെയ്യായിരുന്നു? കൂടുണ്ടാക്കാൻ, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടില്ലേ, കൂടുണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അത് എൻ്റെ പോക്കറ്റിൽ കൂടുണ്ടാക്കാൻ ശ്രമിച്ചു. അതെനിക്ക് മനസ്സിലായി. കാരണം ഇവൻ എപ്പോഴും ആ അണ്ണാൻ കുഞ്ഞിനെ എടുത്തിട്ട് എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ പോക്കറ്റിൽ ഇടുമായിരുന്നു. അപ്പോൾ പോക്കറ്റ് വളരെ സേഫ് ആണെന്ന് കരുതിയിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ തന്നെ അതെന്ത് ചെയ്യുമായിരുന്നു? കൂടുണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ വീട്ടിലെത്തി വസ്ത്രം മാറുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് പുല്ല്, ഗ്രാസും വൈക്കോൽ എന്ന് പറഞ്ഞാൽ സ്ട്രോ കേട്ടോ, വൈക്കോലും എല്ലാം താഴെ വീഴുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ പോക്കറ്റിൽ തന്നെയാണ് വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായി. Then one day grandmother's knitting was missing. We hunted for it everywhere but without success. Next day I saw something glinted in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and among the wool were 3 baby squirrels, all of them white. എന്താണ് പറഞ്ഞത്? ദെൻ വൺ ഡേ, അങ്ങനെ ഇരിക്കും ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ, അതായത് നിറ്റിംഗ് കാണാതെ, നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തയ്യൽ സാമഗ്രികൾ ഞങ്ങൾ എല്ലായിടത്തും അതിനു വേണ്ടി തിരയുക എന്ന് പറയുന്നത് ഇവിടെ 100 എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ വിജയം കണ്ടില്ല, അതായത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ. പിറ്റേ ദിവസം ആൽമരത്തിലെ പൊത്തിൽ എന്തോ ഒരു വസ്തു തിളങ്ങുന്നതായി ഞാൻ കണ്ടു. പിറ്റേ ദിവസം ഇവൻ ആൽമരത്തിൽ പോയപ്പോൾ ഒരു പൊത്തിൽ നിന്ന് എന്തോ തിളങ്ങുന്നത് പോലെ, ഗ്ലിൻഡിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക കേട്ടോ, തിളങ്ങുന്നത് പോലെ കണ്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അങ്ങനെ ഞാൻ അത് എന്താണെന്ന് തിരയാൻ വേണ്ടിയിട്ട് പോയി. ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. അങ്ങനെ ഞാൻ മുകളിൽ കയറി പരിശോധിച്ചപ്പോൾ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക, മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ അഗ്രമായിരുന്നു ആ തിളങ്ങിയിരുന്നുവെന്ന് കണ്ടെത്തി. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. എന്താണ് കണ്ടത്? കൂടുതൽ പരതിയപ്പോൾ ആ മരപ്പൊത്ത് മുഴുവൻ തയ്യൽ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. തയ്യൽ സാധനങ്ങൾ എന്താണ്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൂലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പഞ്ഞി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയിട്ട് ആ ഒരു പൊത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ക്രാംഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുക കേട്ടോ. അതിലുണ്ടായിരുന്ന കമ്പിളിക്കൂട്ടത്തിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടു. എല്ലാം വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ അവർ കണ്ടു. അപ്പോൾ ഈ പാരഗ്രാഫ് മനസ്സിലായല്ലോ. Grandfather had never seen white squirrels before, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rat's frequent visit to the tree, Grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring. In this case, white squirrels. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞത്? ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്യൂരൽസ് ബിഫോർ. ഗ്രാൻഡ് ഫാദർ ഒരിക്കലും വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിരുന്നില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഞങ്ങൾ ആ ഒരു അണ്ണാൻ കുഞ്ഞുങ്ങളെ വളരെയധികം അത്ഭുതത്തോടെ നോക്കി നിന്നു. ഗേസ്ഡ് അറ്റ് ദം, വണ്ടർ എന്ന് പറഞ്ഞാൽ, ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ നോക്കുക കേട്ടോ, തുറച്ച് നോക്കുക, അല്ലെങ്കിൽ അത്ഭുതത്തോട് നോക്കുക. കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. അതാണ് വി വർ പസിൽഡ് ഫോർ സം ടൈം എന്ന് പറഞ്ഞത്. ബട്ട് വെൻ ഐ മെൻഷൻ ദ വൈറ്റ് സ്ട്രാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ടു ദ ട്രീ, പക്ഷേ ഞാൻ വെള്ള എലിയുടെ മരത്തിലുള്ള പതിവ് സന്ദർശനത്തെക്കുറിച്ച് മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ ആ വെള്ള എലി തന്നെയാകാം ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് മുത്തശ്ശൻ പറഞ്ഞു. എലികളും അണ്ണാനും പരസ്പരം ബന്ധമുള്ള ജീവികളാണെന്നും അവയ്ക്ക് പരസ്പരം മക്കളുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും മുത്തശ്ശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ ഓഫ് സ്പ്രിങ്, അങ്ങനെ ഉണ്ടായ മക്കളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതിയാണ്. എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ബാക്കി കാര്യങ്ങളും ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അതോടൊപ്പം തന്നെ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.